ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സോറി ആന്റി, സോറി. അടിച്ച് വിറ്റായി കിടക്കുന്നില്ല. ഏതെങ്കിലും ഒരുത്തൻ കല്യാണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തല ഞാനരി. ഞങ്ങൾ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് പത്മ മേഡം. പത്മ മേഡത്തെ നിങ്ങൾക്കാർക്കും ശരിക്കും അറിഞ്ഞൂടാ. സൂര്യ എവിടെ തന്നോടാ ചോദിച്ചേ? സൂര്യൻ രാവിലെ ഉദിച്ചു വരും. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങി. പത്മ ബോധമൊറ്റ കിടക്കുന്നവരോട് ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. താൻ വാ, സൂര്യ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. നമുക്ക് നോക്കാം. നീ സൂര്യനെ ഉദിപ്പിക്കോടാ. കൂടെ നടക്കാൻ പറഞ്ഞവര് മുഴുവൻ കുടിച്ച് ബോധം കെട്ട് കിടക്കാം. ഇത് അവൻ കരുത് കൂടി ചെയ്ത തന്നെയാ. എന്നെ നാണം കെടുത്താൻ വേണ്ടി അവ ഇവിടുന്ന് ഇറങ്ങുമ്പോ ആരോടാ അവൻ ഇതൊക്കെ പറഞ്ഞേ? നോക്ക്, നാട്ടിലെ അമ്പലത്തിൽ തൊഴാനെത്തിയ നിമിഷം മുതൽ നീയും നിന്റെ കുടുംബവും എന്റെ കണ്ണിലെ കരടാ. ഈ വിവാഹ ചടങ്ങിലേക്ക് നീ വന്ന് കയറിയതിനു ശേഷം ഇവിടെ സംഭവിച്ച എല്ലാ ദുരന്തത്തിന്റെ പിന്നിലും നീയുണ്ട്. എന്താടി നീ സൂര്യമായി ഒരു രഹസ്യ ഇടപാട്? എന്തൊക്കെ രഹസ്യങ്ങളാടി നീ സൂക്ഷിക്കുന്നത്? പത്മ, ബി പ്രാക്ടിക്കൽ. ഒന്നും അറിയില്ല എന്ന് പറയുന്ന അവളോട് ഇങ്ങനെ കൂടെ കൂടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരുമോ സൂര്യ? നിങ്ങൾ എത്തിക്കോ നാളെ അവന്റെ വിവാഹ മണ്ഡപത്തിലേക്ക്. പത്മ, തന്നെ പോലെ ബഹളം വയ്ക്കാൻ എനിക്കും കഴിയും. എത്രയോ മുമ്പ് തന്നെ ഞാൻ തന്നോട് പറഞ്ഞിരുന്നു, സൂര്യക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം അവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. കല്യാണം നടക്കും എന്ന് താൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ സൂര്യയുടെ കാര്യത്തിലുള്ള ടെൻഷൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ തനിക്ക് വാശിയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. ഓ, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എന്നെ കുറ്റം കണ്ടുപിടിച്ചു. എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം മുടങ്ങിയാൽ അതിന് ഉത്തരം പത്മ പറയണം. അസലായിട്ടുണ്ട്. ഞാനൊരു വേലക്കാരിയെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് സഹിക്കില്ല. അതിന് പകരമാണ് നിങ്ങൾ എന്റെ കുറ്റം കണ്ടുപിടിച്ചത്. പത്മ പ്ലീസ്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും അല്ല. എന്നെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ. അല്ല, നിങ്ങളുടെ മകൻ എന്താ കാണിച്ച്? വിവാഹം ഇഷ്ടമില്ലാത്ത രീതിയിൽ അവൻ പെരുമാറിയിട്ടുണ്ടോ? ഈ മണ്ഡപത്തിൽ വെച്ചല്ലേ ഇന്ദ്രജയെ കൊണ്ടും വേദയെ കൊണ്ടും വിശ്വനാഥ സാറിനോട് മാപ്പ് പറയിപ്പിച്ചത്? ഈ മണ്ഡപത്തിൽ വെച്ചല്ലേ അവൻ മിത്രയായിട്ട് പൊട്ടിച്ചിരിച്ചിരുന്നതും കളിയും ചിരിയും ഒക്കെ പറഞ്ഞിരുന്നതും? അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അതൊക്കെ എന്നെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഞാൻ പറയും. അവൻ മാത്രമല്ല, നിങ്ങളും കൂടി എന്നെ ചതിക്കായിരുന്നെന്ന്. പത്മ, സൂര്യ ഇനെ എവിടെ തിരക്കൊന്നും നമുക്കറിയില്ല. നമുക്ക് വിശ്വനാഥനെ വിളിച്ച് വിവരം പറയാം. അവരിത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? എന്താ പറഞ്ഞേ? നാളെ രാവിലെ വിവാഹത്തിന് എത്താമെന്ന് പറഞ്ഞു പോയ അവരോട് മണവാളനെ കാണാനില്ലെന്ന് പറയണം. അത് എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ ആന്റി. നോ, എന്തൊക്കെ സംഭവിച്ചാലും വിശ്വനാഥ സാറും കുടുംബവും ഇതറിയാൻ പാടില്ല. എന്നെ ധിക്കരിച്ച് ഏതെങ്കിലും ഒരാൾ അതിന് ശ്രമിച്ച പറഞ്ഞേക്കാം. എന്തുപറ്റി? ആരും ഉറങ്ങിയില്ലേ? അല്ല, അത് പിന്നെ ഞങ്ങൾ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു തോന്നൽ വന്നു. കാര്യം നമ്മൾ തമ്മിലൊന്നും പരസ്പരം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു വിവാഹം നടക്കുമ്പോ സ്ത്രീധനം എന്തായിരിക്കണമെന്ന് ഒന്ന് പറയണമല്ലോ.
തിരക്കിനിടയിലൊന്നും പറയാൻ പറ്റിയില്ല. അതൊന്ന് പറഞ്ഞ് ഉറപ്പിക്കാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ. അല്ല, സൂര്യ എവിടെ? അല്ല, അത് സൂര്യ ഉറങ്ങിയോ? അത് പിന്നെ സൂര്യ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ടെൻഷനുണ്ടല്ലോ. എന്തായത് ഇത്ര? വിശ്വനാഥ, മറ്റൊന്നും തോന്നരുത്. സൂര്യ എവിടെ പോയെന്ന് ഞങ്ങൾക്കാൾക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത്? സൂര്യ എവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്നോ? അത് പിന്നെ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. എന്താ പത്മേ, വേറെ എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അത് പിന്നെ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ അവന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അവരെ കാണാനോ മറ്റോ പോയതാണോ അതോ തിടുക്കത്തിൽ ഫോൺ എടുക്കാൻ മറന്നാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളോട് ഈ പറയുന്ന സമാധാനം നിങ്ങളുടെ ആരുടെയും മുഖത്തില്ല. ഉണ്ടോ? ഞങ്ങൾ ഈ നേരത്ത് വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലേ? സത്യത്തില് ഞങ്ങൾ വിശ്വനാഥനോട് പറയാനിരിക്കുകയായിരുന്നു. എന്തിന്? മണവാളിനെ കാണുന്നില്ലെന്ന് പറയാനോ? നാളെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടക്കില്ലെന്ന് പറയാനോ? ആളുകളെ വിളിച്ചുകൂട്ടിയ ഒരു വിവാഹം മുടങ്ങുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഒരു ചെറിയ കാര്യമായിരിക്കാം. നിങ്ങളുടെ ബന്ധുക്കളോട് ചിലപ്പോ എന്ത് എക്സ്ക്യൂസും പറയാനാവും. പക്ഷെ ഞാൻ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടാ, മീഡിയാസിനോടാ. ഒരു വിവാഹം മുടങ്ങിയാലും ആൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ആലോചിക്കാനുണ്ടാവില്ല. അതുപോലെ അല്ല ഞങ്ങളുടെ കാര്യം. വിശ്വനാഥൻ, തോൽവികൾ സഹിക്കുന്നവർത്തനല്ല ഞാൻ. ഏതെങ്കിലും കാരണവശാൽ സൂര്യ തിരിച്ചു വരാതിരുന്നാൽ പിന്നെ നിങ്ങളുടെ കുടുംബം പോലും ബാക്കി വെച്ചേക്കില്ല ഞാൻ. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുക? ബന്ധുക്കളാവാൻ പോകുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്റെ മകനെ ഈ മണ്ഡപത്തിൽ കാണുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും ഒരു സമാധാന വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ആരാ എന്റെ കുടുംബം ഇല്ലാതാക്കുമെന്ന് പറയാൻ? രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ നിങ്ങൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടാമെന്ന് വിചാരിച്ചാ ഞങ്ങൾ എന്താ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതിയോ? അങ്ങനെ ഇങ്ങോട്ട് ചോദിക്ക് ഡാഡി. ഇയാളാണോ നമ്മുടെ കുടുംബകാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ദ്രജ, നീ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്. സൂര്യ എവിടേക്കെങ്കിലും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മളെ പേടിച്ചായിരിക്കില്ല. ഇങ്ങേരുടെ ഈ രീതികൾ കണ്ടിട്ടായിരിക്കും. എന്റെ ഭർത്താവിന്റെ രീതിക്ക് എന്താ കുഴപ്പം? ആഹാ, ഒരു കുഴപ്പമില്ലേ? അച്ഛനും മോളും കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങള് ഈ നേരം വരെ കണ്ടോണ്ടിരിക്കായിരുന്നു ഞങ്ങള്. അച്ഛനും അതെ, മോളും അതെ. വെറും ദാസിമാരായിട്ടാ ഞങ്ങളെ കാണുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന് ഞങ്ങളെ ഭരിക്കണമെന്ന് പറയുന്ന ഒരുത്തിയാ നിങ്ങളുടെ മോള്. ഹാ, അതൊക്കെ എന്താ ഞങ്ങൾ കേട്ട് നിക്കണം? നിങ്ങൾ എന്താ എല്ലാരും കൂടി ഉദ്ദേശിക്കുന്നത്? മമ്മി, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ സൂര്യ ഇവിടുന്ന് പോയത് ഒരു ഭാഗ്യമായിട്ട് കണ്ടാ മതി. പറ്റുമെങ്കിൽ ഇവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കണം. ഏതോ ഒരുത്തനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരുത്തി സൂര്യ കണ്ട് കമ്പം കയറി പിന്നാലെ വന്നതല്ലേ. വിവാഹം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ വീടിനകത്ത് വന്നിരുന്ന് യാചിച്ചതല്ലേ. അപ്പോ ഈ നടക്കുന്ന വിവാഹം ഇവരുടേതല്ല, നമ്മുടെ ദാനവാ. നിർത്തടി. വിവാഹം ആലോചിച്ച് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന നിമിഷം മുതൽ ഞാൻ നിന്നെയും നിന്റെ അനിയത്തിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തി ഈ വിവാഹം മുടക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അവസാനം ഈ പാതിരാത്രിയിൽ ചേച്ചി അനിയത്തി അതിൽ ജയിച്ചു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും സൂര്യ ഈ മണ്ഡപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്റെ പാർട്ടിയിലെ പിള്ളേര് മാത്രം വിചാരിച്ചാ മതി. അങ്ങനെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ തിരിച്ച് സൂര്യ വരുന്നത് ജീവനോടെ ആയിരിക്കില്ല. വിവാഹം നടക്കേണ്ട മണ്ഡപത്തിൽ പൊത്തപ്പിച്ച് കിടത്തും ഞാൻ അവനെ. വിശ്വനാഥന്റെ തനി സ്വരൂപം കാണണ്ടെങ്കില് ഒരു മണിക്കൂറിനുള്ളിൽ
നിങ്ങളുടെ മകൻ ഈ മണ്ഡപത്തിൽ തിരിച്ചെത്തിയിരിക്കണം. അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കരയാൻ നിങ്ങൾക്ക്. എന്തൊക്കെയാ മോളെ ഈ കാണുന്നേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നമ്മളൊരു അഭിപ്രായം പറയാൻ പാടില്ല. എന്റെ ഭഗവാനെ, സൂര്യ സാർ എവിടെ ഉണ്ടെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരണേ.